നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പരിഹാരം എന്താണെന്ന് പറയൂ. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. കെട്ടിയ താലി അങ്ങോട്ട് അഴിക്കുക. അവളെ നഷ്ടപ്പെട്ട പിന്നെ ഞാനും ജീവിച്ചിരിക്കില്ല. അവളില്ലാതെ ഈ ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട. തെറ്റിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചതല്ല ഞാൻ, അത് ശരിയാ. പക്ഷെ സ്നേഹ എന്നെ സ്നേഹിച്ചു തുടങ്ങിയ നിമിഷം മുതൽ അവന്തിക്ക് എന്റെ മനസ്സിലേ ഇല്ല. അവന്തിക്കോടുള്ള എല്ലാ ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അതിന്റെ വൈരാഗ്യം കൊണ്ടാ അവന്തിക്ക് ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. എനിക്കൊരു നല്ല മനുഷ്യനായി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനുള്ളൊരു അവസരമാണ് സ്നേഹ എനിക്ക് തന്നത്. അവളുടെ കാൽപാദത്തിലൊന്ന് തൊടാൻ പോലുള്ള യോഗ്യത എനിക്കില്ല. സ്നേഹയുടെ ദാനമാണ് ഇപ്പോഴത്തെ എന്റെ ജീവിതം. ഒരു കാര്യം ഞാൻ അർച്ചനയ്ക്ക് ഉറപ്പു തരാം, ഇനി ഒരിക്കലും ഒരിക്കലും ഒരു വാക്കുകൊണ്ട് പോലും സ്നേഹം ഞാൻ ചതിക്കില്ല. നിന്നെ ഇനി ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒരാളുടെ മേലുള്ള വിശ്വാസം ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാ പിന്നെ അത് തിരിച്ചു കിട്ടാൻ പ്രയാസമാ. വിശ്വാസവഞ്ചന മരണത്തിന് തുല്യവാ. സ്നേഹയോട് നീ കാണിച്ചത് ആ വിശ്വാസവഞ്ചനയാ. ഇനിയും അത് തുടരാൻ ഞാൻ സമ്മതിക്കില്ല. അർച്ചന പറയുന്നത് എന്ത് ഞാൻ ചെയ്യാം? ദയവായിട്ട് എന്നെ വിശ്വസിക്കണം. സ്നേഹയ്ക്ക് വേണ്ടി മരിക്കാൻ ഇപ്പൊ ഞാൻ തയ്യാറാ. ശരി, നിനക്കൊരവസരം കൂടി ഞാൻ തരാം. പക്ഷെ നീ എനിക്ക് സത്യം ചെയ്തു തരണം. അവന്തികയും നീയും തമ്മിൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബന്ധവും ഉണ്ടാവില്ലെന്ന്. ചെയ്യാം ചെയ്യാം, ഞാൻ സത്യം ചെയ്യാം. ഞാൻ സത്യം ചെയ്യുന്നു, എന്റെ മരണം വരെ സ്നേഹം ഞാനിന് ചതിക്കില്ല. ഇത് സത്യം തന്നെയാണല്ലോ അല്ലേ? ഈ കാര്യത്തിൽ ഞാൻ അസത്യം പറയില്ല. സ്നേഹ അല്ലാതെ മറ്റൊരു പെണ്ണും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് സത്യം. തൽക്കാലം നീ സത്യം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, സ്നേഹയുടെ ജീവിതം തകർന്നു പോവാതിരിക്കാൻ വേണ്ടിയാ. ഇപ്പൊ നീ ചെയ്ത ഈ സത്യം അത് ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം. ഇനിയുള്ള എന്റെ ജീവിതം കൊണ്ട് ഞാനത് തെളിയിക്കും. നമസ്കാരം. ഞാൻ വൈകിയില്ലല്ലോ അല്ലേ? ഇല്ല, അകത്തേക്ക് വരും. ശരി. അത് ശരി. അപ്പൊ അവള് ജോൽസിനെ ഇറക്കി കളി തുടങ്ങിയല്ലേ? നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ജോൽസിനല്ല, അവന്റെ അവളുടെയും വിധി തീരുമാനിക്കുന്നതേ ഈ ഞാനാ. അത് തടയാൻ ആർക്കും സാധിക്കില്ല. എന്താ ജോത്സ്യരെ, അത് ദൈവാധീനം തീരെയില്ല. 7ാം ഭാവാധിപൻ ശത്രുപക്ഷത്താണ്. തടസ്സങ്ങളാണല്ലോ കാണുന്നത്. ഇതിന് പരിഹാരം എന്തെങ്കിലും ഉണ്ടാവോ? നോക്കട്ടെ.
ഈ കവടി നിരത്തിയതുകൊണ്ടൊന്നും അവന്റെ അവളുടെയും ജീവിതം നേരെ ആവാൻ പോകുന്നില്ല. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. ജ്യോതിഷം സത്യമാണ്, അത് തെറ്റില്ല. എല്ലാ ദിവസവും സൂര്യൻ കിഴക്കുദിക്കും, പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ ഗ്രഹാധിപനായ സൂര്യനെ മേഘങ്ങൾ മറച്ചിരിക്കുന്നു. വേദനക്ഷത്രത്തിലാണ് വിവാഹം നടന്നിരിക്കുന്നത്. അതൊട്ടും ശുഭകരമല്ല. കറുത്ത പക്ഷത്തിലെ സപ്തമിയുടെ ആരംഭം ഒട്ടും അനുയോജ്യമല്ലാത്ത മുഹൂർത്തത്തിലാണ് താലികെട്ട് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിക്കാനും ഇപ്പോൾ കഴിയില്ല. അപ്പോ ഈ വിവാഹം നീണ്ടു നിൽക്കില്ല എന്നാണോ ജ്യോത്സ്യര് പറയുന്നത്? അതെ, അയ്യോ, അത് തന്നെയാ കാണുന്നത്. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവില്ലേ ജ്യോത്സ്യരെ? ജ്യോത്സ്യത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ട്, പക്ഷെ അത് വിശ്വസിക്കണമെന്ന് മാത്രം. ഞങ്ങൾക്ക് വിശ്വാസമാണ്. ഇതിന് പരിഹാരം എന്താണെന്ന് നോക്കൂ. പരിഹാരമൊന്നും കാണുന്നില്ലല്ലേ ജ്യോത്സ്യരെ? അല്ലെങ്കിൽ തന്നെ ഇനി അവരുടെ ശാന്തി മുഹൂർത്തത്തിന് സമയം നോക്കിയിട്ട് എന്താ കാര്യം? ഇതൊക്കെ പഴയ വിശ്വാസങ്ങളാ. ഇപ്പൊ തന്നെ അവരവരുടെ ജീവിതം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയല്ല ജ്യോത്സ്യരെ, ഇതുവരെ അവരൊരുമിച്ച് ജീവിച്ചു തുടങ്ങിയിട്ടില്ല. അതും സത്യമാണ്. ഈ കവടിപ്പലകയിൽ എല്ലാം തെളിയും. പരിഹാരം എന്താണെന്ന് പറയും. ഇതിന് പരിഹാരം ഒന്നേയുള്ളൂ. കെട്ടിയ താലി അങ്ങോട്ട് അഴിക്കുക. എന്നിട്ട് ഒരു തവണ കൂടി അങ്ങോട്ട് കെട്ടണം, നല്ല ശുഭമുഹൂർത്തത്തിൽ. അതോടെ എല്ലാത്തിനും പരിഹാരമാവും. എന്നാ പിന്നെ അതിന് പറ്റിയൊരു മുഹൂർത്തം കുറിച്ചാട്ടെ. അപ്പോ ഇനി അവരുടെ കല്യാണം നടത്തണം എന്നാണോ പറഞ്ഞു വരുന്നത്? മലയാളത്തിലല്ലേ ജ്യോത്സ്യരെ പറഞ്ഞത്? ഇനി അവരുടെ കല്യാണം നടത്തുന്ന എന്ത് നാണക്കേടാ! ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ കളിയാക്കും. അതിനും വഴിയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.